ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങളും വിളികളും സന്ദേശങ്ങളുമായിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്ന് പല സ്ഥലങ്ങളിലും നല്ല മഴയായിരുന്നു. കനത്ത മഴ ഇപ്പോഴും മിക്ക ജില്ലകളിലും പെയ്യുകയാണ് എന്ന് മാത്രവുമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും കെടുതികളുടെ വാർത്തകളും വരുന്നു. നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ച് മഴക്കെടുതികൾ ബാധിച്ച ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് കേരളത്തിൽ സംഭവിച്ച മഴയുടെ ആധിക്യം എന്തെന്ന് നമുക്കറിയണ്ടേ? അത് കാണാം. സംസ്ഥാനത്ത് 4 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മധ്യകേരളത്തിൽ ശക്തമായ മഴയ്ക്കും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുമാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അഖിൽഷ അൻസാർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. അഖിൽഷ, തിരുവനന്തപുരത്തും മറ്റുള്ള പരിസര ജില്ലകളിലും എങ്ങനെയാണ് മഴയുടെ അവസ്ഥ? നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരപ്രകാരം അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഏറ്റവും പ്രധാനമായും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 2 ജില്ലകളിൽ പ്രവചിക്കുന്നത്. അവിടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 2 ജില്ലകളിലും തന്നെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒപ്പം എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തവും അതുപോലെ തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കുന്നത്. ഒപ്പം ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം നാളെ രാത്രി 11:30 വരെ കേരള അതുപോലെ തന്നെ തമിഴ്നാട് തീരങ്ങളിൽ അതിശക്തമായ തിരമാലയ്ക്കും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച 2 ജില്ലകൾ, ഈ 2 ജില്ലകളിലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അതിതീവ്രമായ മഴ ഉണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളം കയറാനും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ, വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ, വിവിധ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഈ മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള 3 ജില്ലകളിലാണ് അവധിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. എസ് കെ.
താങ്ക് യു അഖിൽ ഷാൻ സാർ. ഈ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ 4 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ അടഞ്ഞുകിടക്കും. ഇടുക്കി, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ ഈ ജില്ലകളുടെ പേര് ഒന്നുകൂടി പറയാം. ഇടുക്കി, പാലക്കാട്, വയനാട്, കോഴിക്കോട് ഈ 4 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടേഴ്സ് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിലായി എന്ന വാർത്തയുണ്ട്. അതുപോലെ തന്നെ കൊല്ലം കോഴിക്കോട് ജില്ലയിലെ കൊല്ലത്താണ്. കൊല്ലം കുന്നിയോറ മലയിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. മണ്ണിടിച്ചിൽ തടയാനുള്ള പ്രവൃത്തികൾ അവിടെ നടക്കുന്നുവെന്നാണ് അറിയുന്നത്. കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും നാളെ അവധിയായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അവിടെ നിന്ന്? ഇന്ന് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി ബാധകമാണെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇനി മഴ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം അതിശക്തമായ മഴയ്ക്കൊരു ശമനമുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഗ്രാമീണ മേഖലകളിലാണെങ്കിലും തീരപ്രദേശങ്ങളിലാണെങ്കിലും തുടരുന്നത്. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ഉണ്ടായ മഴയെ തുടർന്നുണ്ടായ മഴക്കെടുതികളാണ് ജില്ലയിൽ ഇപ്പോഴും പ്രശ്നമായി തുടരുന്നത്. കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ കക്കയമായേക്കാം. ഇന്നലെ രാത്രിയിലും ഇന്നുമായി കക്കയത്ത് 229 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. അതുകൂടാതെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് 2 ഇടങ്ങളിൽ 100 മില്ലിമീറ്ററിന് മുകളിലാണ് മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം കോഴിക്കോട് താലൂക്കിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതിൽ 4 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 36 കുടുംബങ്ങൾ ബന്ധു വീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിൽ 20-ലധികം വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചെറുപുഴ, പൂനൂർ പുഴ ഉൾപ്പെടെയുള്ള പുഴകളിൽ ജലനിരപ്പും കാര്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ മഴയ്ക്കൊക്കെ അല്പം ശമനം വന്നതോടുകൂടി കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. മഴക്കെടുതികളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിരവധി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കൊയിലാണ്ടി കോടതി വളപ്പിൽ മരക്കമ്പ് പൊട്ടി വീണ് ചെറിയൊരു അപകടമുണ്ടായി. ഈ കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കൊല്ലം കുന്നിയോറയിൽ മല ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇവിടെ ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിടിച്ചിൽ തടയാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിരവധി വീടുകൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിന്റെ വക്കിൽ തന്നെയാണ്. അതോടൊപ്പം അല്പം മുമ്പ് പുറത്തു വന്ന മറ്റൊരു വാർത്ത, കോഴിക്കോട് കാവലും പാറയിൽ ചീത്തപ്പാട് എന്ന സ്ഥലത്ത് മിന്നൽ ചുഴലി ഉണ്ടായിട്ടുണ്ട്. അവിടെ 5 മണിയോട് കൂടിയായിരുന്നു ഈ മിന്നൽ ചുഴലി ഉണ്ടായത്. കാർഷിക വിളകളും 2 വീടുകളും നശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല തൊട്ടിൽപ്പാലം നാഗമ്പാറ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി മലയോര മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെ മഴക്കെടുതിയിലേക്ക് ഇടുക്കിയിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മാത്രമല്ല മഴ കനക്കും എന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം നാളെ ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കുമെന്ന് കളക്ടർ അറിയിക്കുന്നു. കനത്ത മഴയിൽ ഒരുപാട് നാശനഷ്ടം ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു വീണു. അതുപോലെ മരം കടപുഴകി വീണും ഗതാഗതം തടസ്സപ്പെട്ടും അപകടങ്ങളുണ്ടായി. 3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചെറു ഡാമുകളുടെ ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. നേര്യമംഗലം പവർ ഹൗസിൽ മണ്ണിടിഞ്ഞു വീണ് ഫീഡറുകൾ തകർന്നുപോയി. മൂന്നാർ ഗ്യാപ്പ് റോഡിലുണ്ടായ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. ഈ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ഉച്ചയോടെയാണ് ഇടുക്കിയിൽ മഴ കനക്കുന്നത്. ഇന്ന് പുലർച്ചെ വരെ ഇടതടവില്ലാതെ പെയ്ത മഴയിൽ വ്യാപകമായി മണ്ണിടിഞ്ഞു വീണു. മരം കടപുഴകി വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധം തകരാറിലായതോടെ പലയിടങ്ങളും മണിക്കൂറുകളോളമാണ് ഇരുട്ടിലായത്. മൂന്നാറിൽ
7 മണ്ണിടിഞ്ഞത്. മാട്ടുപ്പെട്ടി റോഡിലും ഗ്യാപ്പ് റോഡിലും ഗതാഗതം ഭാഗികമാണ്. രാത്രിയാത്രയ്ക്ക് ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിമാലി കരടിപ്പാറയിൽ റോഡിലേക്ക് പതിച്ച മണ്ണും മരവും നീക്കി. കാഞ്ഞിരവേലി വെട്ടിപ്ലായിൽ അനീഷിന്റെ വീട് കനത്ത മഴയിൽ തകർന്നു. ഉടുമ്പൻചോല മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. കഞ്ഞിക്കുഴി 6-ാം കൂപ്പിൽ റോയിയുടെ വീടിന് മുകളിലേക്ക് പാറയും മണ്ണും ഇടിഞ്ഞു വീണ് കേടുപാട് സംഭവിച്ചു. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഇടിഞ്ഞാണ്. മണ്ണ് ഈ കട്ടിയുള്ള മണ്ണല്ല. അപ്പോൾ ഇത് തന്നെയാണ് റോയ് ചേട്ടൻ രാവിലെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പുറം മുറിയിലിട്ട്. കാരണം കൊച്ചിവിടെ കിടക്കുന്നതാണ്, ഇന്നലെ എങ്ങാണ്ട് മാറി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാഗ്യമെന്ന് തന്നെ പറയാം. കൊട്ടാരക്കര ഡിണ്ടുകൾ ദേശീയപാതയിൽ പീരിമേട് മത്തായിക്കൊക്ക ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. രാജാക്കാട് നെടുങ്കണ്ടം എന്നിവിടങ്ങളിലും മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലാണ്. ലോവർ പെരിയാർ പവർ ഹൗസിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 ഫീഡറുകൾ തകർന്നു. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര തുടങ്ങിയ ചെറു ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. വഴിയരികിലെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ നിൽക്കരുത്. അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ എത്തിയേക്കാമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പുഴകളിലും തോടുകളിലും ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. താങ്ക് യു രാഹുൽ വിജയൻ. വയനാട് ജില്ലയിലും ഇന്നുള്ള അത്യാഹിതങ്ങളുടെ പെരുമഴയായിരുന്നു. ഒരുപാട് കെടുതികളുടെ വാർത്തകൾ വരികയാണ്. വയനാട്ടിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെയും അടഞ്ഞു കിടക്കും. പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ഒരു യുവാവ് ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്തയും വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ ചീയമ്പം കോളനിയിലെ സുധനാണ് ഇങ്ങനെ ദുരന്തം സംഭവിച്ചത്. പുൽപ്പള്ളിയിലും നടവയൽ ചിറ്റാലൂർ കുന്നിലും കിണറിടിഞ്ഞ് താഴുന്ന പ്രതിഭാസമുണ്ടായി. അതുപോലെ നൂൽപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പല താഴ്ന്ന പ്രദേശങ്ങളിലും ഇന്ന് വെള്ളം കയറുകയും ചെയ്തു. വയനാട്ടിൽ 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് രാവിലെ തന്നെ തുറന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വയനാട് ജില്ലയിൽ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എന്തൊക്കെയാണ് അത്യാഹിതങ്ങൾ ഇന്നുണ്ടായത്? ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥയാണ്, ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? SKN ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദേശീയപാതയാണ്. അതായത് ബത്തേരിയിൽ നിന്ന് മൈസൂരുവിലേക്ക് പോകുന്ന ദേശീയപാതയിൽ കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ മഴയില്ല, പക്ഷേ മഴ ഏത് നിമിഷവും പെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലയിടങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ ഈ നിമിഷവും തുടരുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നിരവധി സംഭവങ്ങളാണ്, അനിഷ്ട സംഭവങ്ങളാണ് ഇന്ന് വയനാട് ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്നുമായി സംഭവിച്ചത്. കനത്ത മഴയിൽ പേരിയ അയനിക്കൽ പത്മിനിയുടെ വീട് മരം വീണ് തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. താഴെയുള്ള മേഖലയിൽ പേരിയ പ്രദേശത്തിന്റെ താഴെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുധൻ എന്നാണ്. ചീയമ്പം സ്വദേശിയാണ്. വീട്ടിൽ നിന്ന് വയൽ വഴി നടന്നു വരവെയാണ് ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ദേശീയപാത 766-ൽ പൊൻകുഴി ആനക്കടവ് പ്രദേശത്ത് വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വനമേഖലയാണ്, ഇവിടെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു വിവരം, തലശ്ശേരി ബാവലി അന്തർ ജില്ലാ റോഡ് പേരിയ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ തെങ്ങ് കടപുഴകി വീണു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഈ തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഊര് അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും നാളെ പ്രവേശനം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റു തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ 3 തുറന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ ഈ സുൽത്താൻ ബത്തേരി, നൂൽപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലയിലാണ്. ഇവിടെ കല്ലൂർ പുഴ കരകവിഞ്ഞ് പലയിടങ്ങളിലും ഒഴുകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. നൂൽപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കബനിയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പനമരം പുഴയും സമാനമായ രീതിയിലാണ്. താഴെ കീഴ്ത്തടങ്ങളിലുള്ള ആളുകൾക്കും ഒപ്പം തന്നെ മലയോര മേഖല ധാരാളമുള്ള പ്രദേശമാണ്. അവിടെ എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ആളുകളോട് മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. SKN. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ഒരിക്കൽ കൂടി പറഞ്ഞു, വയനാട് ജില്ലയിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നടപടി. ഇനി നമുക്ക് കൊച്ചിയിലേക്ക്. കൊച്ചി നഗരത്തിലും ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. എറണാകുളം ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. മധ്യ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടരുന്ന മഴ ഇന്നും തുടരുകയാണ്. നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് എറണാകുളത്തിൻ്റെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ ദിവസമാണ്. പെരിയാർ കരകവിഞ്ഞു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. കടലാക്രമണം രൂക്ഷമായ എടവനക്കാട് പ്രദേശത്ത് മന്ത്രി പി രാജീവ് ഇന്ന് സന്ദർശനം നടത്തി. എടവനക്കാട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇത് കണ്ണീർ കാലമാണ് എന്ന്
എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കൊച്ചി നഗരത്തിൽ ഇപ്പോഴും തകർത്ത് മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എങ്ങനെയാണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ എറണാകുളത്ത്? കൊച്ചി നഗരത്തിൽ കാര്യമായി മഴ പെയ്യുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായി സാധാരണ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് സാധ്യതയുണ്ടോ? എന്തായാലും ഒരു 10 മിനിറ്റ് നേരമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് കൊച്ചിയിലുള്ളത്. അല്പസമയം മുമ്പ് വരെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ ഈ മഴ തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എറണാകുളത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ മഴ കുറഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അത് പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ നനയാതെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. നമ്മൾ രാവിലെ കണ്ടതാണ്. ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്ക് ഇത് കാണാനും ഇവിടെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് നമ്മളത് വാർത്തയാക്കി. തൊട്ടു പിന്നാലെ പോലീസ് എത്തി. ഇപ്പോൾ എന്തായാലും ആ അപകടകരമായ ഫോട്ടോ എടുപ്പും പെരിയാർ പുഴയിലേക്ക് ഇറങ്ങുന്നതുമൊക്കെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ആ പാലം, മേൽപ്പാലം പൂർണ്ണമായും അടച്ചുകെട്ടി, ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം അടച്ചുകെട്ടിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ അപകട സാഹചര്യം ഒഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം അങ്കമാലിയിലെ ഫയർഫോഴ്സ് ഓഫീസിന് മുകളിലേക്ക് ഉച്ചയോടുകൂടി മരം കടപുഴകി വീണിരുന്നു. 4 ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അങ്ങനെ കാലടിയിലും കോതമംഗലത്തും ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒപ്പം പലയിടങ്ങളിലും മരം കടപുഴകി വീണു. പക്ഷേ ഇവിടങ്ങളിലൊന്നും ആളുകൾക്ക് പരിക്കൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. എന്തായാലും രാത്രി മഴയ്ക്കുള്ള സാഹചര്യമാണുള്ളത്. കാരണം ഒരു 5 മണിയായപ്പോൾ തന്നെ ഇരുണ്ടു മൂടിയ കാലാവസ്ഥയായിരുന്നു കൊച്ചിയിൽ പലയിടങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി ശക്തമായ മഴ, ഇന്നലത്തേതിന് സമാനമായി രാത്രി ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. നാളെ എന്തായാലും നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാടിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ഇന്ന് ദുരിതത്തിൻ്റെ ത്വരാമഴയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ 2 പേർ മരിച്ചു എന്ന വാർത്ത നമ്മളെ തേടി വന്നു. അതും വല്ലാത്ത അവസ്ഥയാണ്. മട്ടന്നൂർ സ്വദേശിനിയായ കുഞ്ഞാമിന, ചൊക്ലിയിലെ ചന്ദ്രശേഖരൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ മഴ നിർത്താതെ വീണു. അതിൻ്റെ അനുരണനം കണ്ണൂരിലും ഉണ്ടായി. വെള്ളക്കെട്ടിൽ വീണാണ് കണ്ണൂർ ജില്ലയിൽ 2 പേർ മരിച്ചത് എന്ന കാര്യം രാവിലെ തന്നെ 24 പുറത്തുവിട്ടിരുന്നു. താഴെ ചൊവ്വ ഇളയാവൂരിൽ നിരവധി വീടുകളിൽ ഇന്ന് പകൽ വെള്ളം കയറി. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്കും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ആളുകൾ ഒഴിവാക്കണം എന്നുകൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. ദുരിതങ്ങളുടെ പെയ്ത്ത് ഇന്ന് കണ്ണൂരിൽ എങ്ങനെയായിരുന്നു സജോ? SKN കണ്ണൂരിനെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ കാര്യം 2 ജീവനുകളാണ് വെള്ളക്കെട്ടിൽ വീണ് പൊലിഞ്ഞത്. മട്ടന്നൂർ കോളാരി സ്വദേശിനി കുഞ്ഞാമിന 51 വയസ്സായിരുന്നു. അവർ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. ഒപ്പം ചൊക്ലി ഒളവിലം സ്വദേശി ചന്ദ്രശേഖരൻ 63 വയസ്സുള്ള ചന്ദ്രശേഖരനും വെള്ളക്കെട്ടിൽ വീണു. ഇരുവരും അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാണ് എന്നതാണ് നിഗമനം. ആ ഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തിയപ്പോഴാണ് അവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടമായിരുന്നു. ജില്ലയിൽ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു. മറ്റൊന്ന്, പ്രധാനപ്പെട്ട തോടുകളും പുഴകളും എല്ലാം കരകവിയുന്ന സ്ഥിതിയാണ്. ജില്ലയിൽ രാത്രിയും പുലർച്ചെയും ഇന്ന് ഉച്ചവരെയും അതിശക്തമായ മഴ ലഭിച്ചു. ഇപ്പോൾ മാത്രമാണ് മഴയ്ക്കൊരല്പം ശമനമുള്ളത്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് വെള്ളക്കെട്ടിന് കുറവില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന കക്കാടടക്കം കക്കാട് പുഴ കരകവിഞ്ഞ് റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട നിലയാണ്. ഒപ്പം ഇളയാവൂർ ഉൾപ്പെടുന്ന മേഖലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ചെറുപുഴയിലടക്കം കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വനത്തിലും ഒപ്പം മലയോര മേഖലകളിലും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് വലിയ തോതിലുണ്ട്. പുഴകളിലും ഒപ്പം തോടുകളിലും ഒക്കെ ജലനിരപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവില്ല. കടൽ വെള്ളമെടുക്കുന്നില്ല. കടൽ പ്രക്ഷുബ്ധമാണ്. ഇതാണ് സാഹചര്യം. ജില്ലാ ഭരണകൂടം കർശന ജാഗ്രത മുന്നറിയിപ്പ്, ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. നാളെയും കർശന ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലയിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്ര പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ എല്ലാം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ശമനമില്ല. വിവിധയിടങ്ങളിൽ, അതായത് പേരാവൂർ, ഇരിട്ടി ഉൾപ്പെടുന്ന മേഖലകളിൽ വിവിധയിടങ്ങളിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശം, ഒപ്പം വീടുകൾക്ക് ഭാഗിക കേടുപാടുണ്ട്. ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കിലാണ് ഏറ്റവും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്.
സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായ ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ് എന്നതുകൂടി ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോഴും ഇളയാവൂരടക്കമുള്ള മേഖലകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയ വെള്ളം ഇതുവരെ വലിഞ്ഞു പോയിട്ടില്ല. സ്വാഭാവികമായും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും എന്നതാണ് മുന്നറിയിപ്പ്. ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ അടിയന്തര സാഹചര്യം പരിഗണിച്ച് അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഇളയാവൂർ ഭാഗത്ത് നിരവധി വീടുകളുള്ളവർ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് മാറി താമസിക്കുന്നുണ്ട്. കാരണം വെള്ളക്കെട്ട് ഒഴിയാത്തതുകൊണ്ട് അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവർ സ്വയം മാറി താമസിക്കുന്നുണ്ട്. ഈ ഇടങ്ങളിൽ മലയോര മേഖലകളിലാണ് ഏറ്റവും കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഉള്ളത്. വിവിധയിടങ്ങളിൽ ഒപ്പം ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഇളയാവൂർ മേഖലകളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും ഉണ്ട്. ആ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം എന്ന നിലയ്ക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഴയങ്ങാടി, ചൂട്ടാട്, മാട്ടൂൽ ഉൾപ്പെടുന്ന മേഖലകൾ തീരദേശ മേഖലയാണ്. അവിടെയും ഉയർന്ന തിരമാലയും കടലാക്രമണവും ഉണ്ട്. ആ മേഖലകളിലും ഇതിനകം കർശന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാര്യമായ നാശനഷ്ടമുണ്ട്. ഒപ്പം ഏറ്റവും സങ്കടകരമായ കാര്യം 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുൾപ്പെടെ വിവരങ്ങൾ നൽകിയിരിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കണ്ണൂർ ജില്ലയിലാണ് 2 മരണം ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ വന്ന അത്യാഹിതത്തിൻ്റെ വാർത്തയായിരുന്നു അത്. 4 ജില്ലകളിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളൂ. വയനാട്, പാലക്കാട്, കോഴിക്കോട്, ഇടുക്കി ഈ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ തന്നെ നല്ല മഴ പെയ്യുകയാണ്. തൃശ്ശൂരിലും മഴ പെയ്യുകയാണ്. അതുകൊണ്ട് അവധിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അസംഖ്യം പ്രേക്ഷകർ യൂട്യൂബിൽ വേഗത്തിൽ ഇങ്ങനെ സന്ദേശങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് വായിക്കാൻ പറ്റാത്തതിൽ വളരെ വേഗത്തിൽ ഈ സന്ദേശങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോൾ അവധിയുണ്ടോ എന്ന് തന്നെയാണ്. എല്ലാ സന്ദേശത്തിനും ഒരേ മുഖം, ഒരേ സ്വരം, ഒരേ നിറം. അത് അവധിയുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ജില്ലാ കളക്ടർ അവധി ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ കാര്യത്തിലൊക്കെ നമ്മൾ ബഹുദൂരം മുന്നിലാണ്. യൂട്യൂബ് സന്ദേശങ്ങൾ വന്ന് മറിയ അവധിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവധിയുണ്ട് 4 ജില്ലകളിൽ: കോഴിക്കോട്, പാലക്കാട്, വയനാട്, ഇടുക്കി. ഈ 4 ജില്ലകളിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളൂ. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും. മറ്റൊരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് അവിടെയും മഴക്കെടുതിയുടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ഇന്ന് തിരുവല്ലയിൽ വൈദ്യുതാഘാതമേറ്റ ഒരാൾ മരിച്ചു. മേപ്രാൽ സ്വദേശി റെജിയാണ് മരിച്ചത്. ചിറ്റാറിൽ വീടിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണതും വാർത്തയായി. വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നുപോയി. ശക്തമായ കാറ്റിന് പിന്നാലെ അഴൂരിൽ വൻ തേക്കുമരം വൈദ്യുത ലൈനിന് മുകളിലേക്ക് വീണു. അരയാഞ്ഞിലി ക്രോസ് വേ പൂർണ്ണമായും ഇന്ന് പകൽ വെള്ളത്തിൽ മുങ്ങി. 200-ലധികം വരുന്ന കുടുംബങ്ങൾ ഈ പ്രദേശമുണ്ട്. അത് ഈ പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വാർത്തകൾ? പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ തുടരുകയാണോ? പത്തനംതിട്ട മലയോര പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ? നഗരത്തിലെ അവസ്ഥ എന്താണ്? SKN നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെയും ഇന്നുമായി. പക്ഷേ യെല്ലോ അലേർട്ടൊക്കെ മാറി അതിൻ്റെ ഒരു കാഠിന്യം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസം പന്തളത്തുണ്ടായ മിന്നൽ ചുഴലിയോടെയായിരുന്നു. അപ്പോഴാണ് പത്തനംതിട്ടക്കാർ ആകെ ഏതാണ്ടൊന്ന് ഞെട്ടിയത്. ഒരു 5 മിനിറ്റോളം മാത്രമേ കാറ്റടിച്ചുള്ളൂ എങ്കിലും പല മേഖലകളിലും ഏതാണ്ട് 15-ലധികം വരുന്ന വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു. വൈദ്യുതി ബന്ധം തകരാറിലായി. മരങ്ങൾ കടപുഴകി വീണു. ഇത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് അത് ഇലന്തൂരിലേക്ക് ആ കാറ്റ് വരുന്നത്. അവിടെ ഒരു തേക്കുമരം പൂർണ്ണമായി കടപുഴകി വീണു. രാത്രിയോടുകൂടി പത്തനംതിട്ട നഗരത്തിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ആ മേഖലയിൽ അഴൂരിൽ ഒരു തേക്കുമരം പൂർണ്ണമായി കടപുഴകി 11 kV ലൈനിന്റെ മുകളിലേക്ക് വീണു. ഭാഗ്യം കൊണ്ട് ആരും അതിനടിയിൽ ഉണ്ടായിരുന്നില്ല. വലിയ തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് പോവുകയായിരുന്നു. രാവിലെ വളരെ ശ്രമകരമായാണ് വാഹനമൊക്കെ നിയന്ത്രിച്ചാണ് ക്രെയിനൊക്കെ ഉപയോഗിച്ചാണ് ഇത് മുറിച്ച് നീക്കുന്ന പ്രവൃത്തിയിലേക്ക് KSEB ജീവനക്കാർക്ക് എത്താൻ കഴിഞ്ഞത്. ഉച്ചവരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി പെയ്ത കനത്ത മഴയിൽ ഒരു വീടിന്റെ ഒരു ഭാഗത്തേക്ക് വൻ മരം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കൂടാതെ ഒരു അപകടത്തിന്റെ വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നു. ഷോക്കേറ്റ് രാവിലെ പുല്ലരിയാൻ വേണ്ടി പോയതായിരുന്നു റെജി എന്ന മേപ്രാൾ സ്വദേശി. അദ്ദേഹത്തിന്റെ വള്ളത്തിൽ ആയിരുന്നു പോയിരുന്നത്. ആ പ്രദേശം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നു. അതിനകം തന്നെ തൊട്ടടുത്ത അദ്ദേഹം സെക്രട്ടറി ആയ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഷീറ്റുകളെല്ലാം ഇളകിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ 48-കാരന് ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. കാരണം വൈദ്യുതി ലൈനിൽ നിന്ന് മറ്റൊരു സബ് വയർ അവർ അനധികൃതമായി പള്ളിക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലൈൻ വെള്ളത്തിലായിരുന്നു കിടന്നിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു.
ഉടൻ തന്നെ മരണം സംഭവിച്ചു. രക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു എങ്കിലും ഭർത്താവിനെ രക്ഷിക്കാമെന്ന് കരുതി ആ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങിയ ഭാര്യയ്ക്കും റീന അവർക്കും കൃത്യമായ രീതിയിൽ ഈ ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് മറ്റൊന്നും സംഭവിച്ചില്ല, ജീവനൊന്നും ആപത്ത് സംഭവിച്ചില്ല. ഇത് കൂടാതെയാണ് രാവിലെ 10:15 മറ്റൊരു അപകടം നടക്കുന്നത്. പത്തനംതിട്ടയിൽ തന്നെ പൂങ്കാവ് എന്ന സ്ഥലത്ത് ഒരു ബദാം മരം ഒടിഞ്ഞ് പൂർണ്ണമായി ഒരു കാറിന് മുകളിലേക്ക് വീഴുന്നു. ആ കാർ നേരെ ചെന്ന് മറ്റൊരു വാഹനത്തിലിടിക്കുന്നു, ഒരു ഓട്ടോയുടെ മേലേക്ക് പതിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മഴക്കെടുതി എന്ന തരത്തിലുള്ള വാർത്തകൾ പത്തനംതിട്ടയിൽ നിരവധിയാണ്. അടൂരിൽ മരം കടപുഴകി വീണു. റാന്നിയിൽ പുതുമൺ പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം, അവിടെ ഗതാഗത നിയന്ത്രണം. അരിയാഞ്ഞിലമണ്ണ് കോസ്വേ സാധാരണ ഒരു മഴ പെയ്താൽ തന്നെ പമ്പയിലെ ജലനിരപ്പ് ഉയർന്നോ ഇല്ലയോ എന്ന് നമ്മൾ വിളിച്ചു ചോദിക്കുന്നത് പോലും അരിയാഞ്ഞിലമണ്ണ് കോസ്വേയിൽ വെള്ളം കയറിയോ ഇല്ലയോ എന്നാണ്. അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മുങ്ങുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും ശക്തമായ മഴ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും ഉണ്ട് എന്ന വാർത്തകളാണ് വരുന്നത്. നാളെയും യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അവധിയൊന്നുമില്ല. പക്ഷേ ഓറഞ്ച് അലേർട്ടിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത വേണം. ഇന്നലെയും യെല്ലോ അലേർട്ട് ആയിരുന്നു. പക്ഷേ ഇന്നലെയും കാര്യമായ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രികാല യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. കുമാരനാണ് തത്സമയം ചേർന്നത്. ഇനി മലപ്പുറത്തെ മഴക്കെടുതികളുടെ വാർത്തകളുമായി ഷഹദ് റഹ്മാൻ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് മലപ്പുറത്തും കാര്യമായ ചില പ്രശ്നങ്ങളുണ്ടായി, ചില കെടുതികളുടെ വാർത്തകൾ വരുന്നുണ്ട്. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂറ്റൻ മരം കടപുഴകി വീണു. അതേപോലെ കുന്നുമ്മൽ താമരക്കുഴിയിൽ വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നത്തെ പകലിൽ ഇടവണ്ണപ്പാറയിൽ ഓടിക്കൊണ്ടുവന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. അതുപോലെ കാടാമ്പുഴയിൽ വീടിന് മുകളിലേക്ക് ഒരു മരം വീണു, അത് അപകടമുണ്ടായി. വീട്ടുപകരണങ്ങൾക്ക് നല്ല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ മലപ്പുറത്തും തത്സമയം ചേരുന്നു. ഷഹദ്, ഈ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? അതുപോലെ കനത്ത നാശനഷ്ടം ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇന്നത്തെ പകൽ ഉണ്ടായോ? SKN മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. നാളെയും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് മഴ പെയ്യുകയല്ല, മറിച്ച് ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. എന്നാൽ മഴയ്ക്കൊപ്പം തന്നെ വലിയ കാറ്റ് വീശുന്നുണ്ട്. അതാണ് പകുതിയിലധികം നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇന്ന് പുലരും മുതൽ ഈ സമയം വരെ കൂടുതലായിട്ടും ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മരം കടപുഴകി വീഴുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിൽ വീഴുന്നു, അതുപോലെ തന്നെ ലോറിക്ക് മുകളിൽ വീഴുന്നു, വീടിന് മുകളിൽ വീഴുന്നു. അങ്ങനെ നിരന്തരം വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അതായത് സാധാരണഗതിയിൽ ഈ മഴ ശക്തമാകുന്ന സമയത്ത് അല്ലെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിൽ കാര്യമായിട്ട് മുറിച്ചു മാറ്റലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ കാറ്റടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ മഴ ശക്തമാകുമ്പോഴേക്കും ഇത്തരത്തിൽ മരങ്ങൾ വ്യാപകമായിട്ട് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ കൂടുതലായിട്ട് പ്രയാസം അനുഭവിക്കുന്നത് ജനങ്ങളാണ്. കാരണം ഈ മരം കടപുഴകി വീഴുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകരാറിലാകുന്നു. തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലുമുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, അതായത് നാളെ ഓറഞ്ച് അലേർട്ടാണ്. മാത്രമല്ല ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിശക്തമായിട്ടുള്ള തിരമാലകൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. അതുകൊണ്ട് തീരദേശ മേഖലകളിലുള്ളവർ പരമാവധി ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖല എന്ന് പറയുന്നത് പൊന്നാനി, താനൂർ ഉൾപ്പെടെയുള്ള മേഖലകളാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പല ഡാമുകളും ചെറിയ ചെറിയ ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഭാരതപ്പുഴയിലേക്ക് വ്യാപകമായിട്ട് വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാത്രിയിൽ മഴ ശക്തമാവുകയും വെള്ളം ക്രമാതീതമായി ഉയരുകയും മറ്റിടങ്ങളിലേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് അധികാരികളെയോ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ
ഉണ്ടായാൽ അതിന് ജില്ല പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണ്ണിടിച്ചിൽ വ്യാപകമായിട്ട് ജില്ലയുടെ മലയോര മേഖലകളിലുണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അവധി തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ റീലൊക്കെ കണ്ട് പല ആളുകളും ഈ ജലാശയങ്ങളിൽ ഇറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പരമാവധി ഈ മുന്നറിയിപ്പുകളും ഈ മഴ ഒന്ന് ശാന്തമാകുന്നതുവരെ ഇത്തരം ഇടങ്ങളിൽ പോകരുത് എന്നും ഇത്തരം സ്ഥലങ്ങളിൽ ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശവും ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത്. നാളെ ഓറഞ്ച് അലേർട്ടാണ്, എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇപ്പോൾ നിളാ നദി നിറഞ്ഞൊഴുകുകയാണ്. ഭാരതപ്പുഴ ഭാരതപ്പൂഴിയായ സാഹചര്യങ്ങൾ നമ്മൾ എത്രയോ തവണ കണ്ടു. എന്നാൽ ഭാരതപ്പുഴ ഇന്ന് നിറഞ്ഞൊഴുകുന്നു. പക്ഷേ അതേസമയം ഈ പ്രൊഫൈൽ എക്സർസൈസും ഫോട്ടോ എക്സർസൈസും ചെയ്യാനായിട്ട് ഈ നിളയിലേക്ക് ഇപ്പോൾ ഇറങ്ങരുത്. ശാന്തമായി ഒഴുകുന്ന നിളയുടെ അടിയൊഴുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇന്ന് കുറച്ചധികം ഫോട്ടോ എടുപ്പുകാരൊക്കെ എത്തിയെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുപ്പുകാർ സൂക്ഷിക്കുക. ഫോട്ടോയെക്കാളും വലുത് സ്വന്തം ജീവനാണ് എന്ന കാര്യം നമ്മൾ മറക്കണ്ട. ഇനി അല്പനിമിഷങ്ങൾക്കകം സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ടെലഫോണിൽ ചേരും. തൃശ്ശൂർ വേലൂരിൽ പുലിയന്നൂരിൽ കിണർ ഇടിഞ്ഞ് താന്നു. കിണറിൻ്റെ ആൾമറയും ഗ്രില്ലും മോട്ടോർ പമ്പും ഇതോടെ മണ്ണിനടിയിലായി എന്ന് തൃശ്ശൂർ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഞാറക്കാട്ട് രാമൻ നായർ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത്. സൂരജ് സജി ടെലഫോണിലുണ്ട്. സൂരജ് സജി, വിവരങ്ങൾ. രാവിലെ മുതൽ തന്നെ കനത്ത മഴയായിരുന്നു ഈ വേലൂരിൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടിരുന്നത്. ഇതിനിടയിലാണ് വേലൂർ പുലിയന്നൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴുന്നത്. ഞാറക്കാട്ട് രാമൻ നായരുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് വലിയ ശബ്ദത്തോടു കൂടി ഇടിഞ്ഞു താഴുന്നത്. ഈ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണറും അതുപോലെ തന്നെ കിണറിന്റെ കൈവരിയും മോട്ടോർ പമ്പും ഗ്രില്ലും ആൾമറയും അടക്കം ഇടിഞ്ഞു താഴുന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്ത് അധികൃതർ അടക്കം വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ കിണർ ഇടിഞ്ഞു താഴാൻ ഇടയാക്കിയതെന്ന് സംബന്ധിച്ചെല്ലാം വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ഈ മഴയെ തുടർന്ന് ഇടിഞ്ഞു താഴുകയായിരുന്നു എന്നുള്ളതാണ് നിഗമനം. ഇതിന്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ കനത്ത മഴ തുടരുകയാണ്. സൂരജ് സജി ടെലഫോണിൽ ചേരുകയാണ്. സൂരജ് സജി ടെലഫോണിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇനി എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എറണാകുളം ജില്ലയിൽ ഇന്ന് കനത്ത മഴയിൽ 31 വീടുകൾക്ക് നാശമുണ്ടായി. മൂവാറ്റുപുഴ താലൂക്കിൽ മാത്രം 10 വീടുകൾ ഭാഗികമായി തകർന്നുപോയി. ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഇപ്പോൾ എറണാകുളം നഗരത്തിൽ മഴയുണ്ടോ? നഗരോരങ്ങളിലുള്ള പ്രദേശങ്ങളിലെ അവസ്ഥ എന്താണ്? മലയോര മേഖലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ടോ? ജലാശയങ്ങളിലെ ജലനിരപ്പ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എറണാകുളം ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മഴ ഉണ്ടാക്കിയത്. അതിൽ 31 വീടുകളാണ് ഇന്ന് പെയ്ത മഴയിൽ ജില്ലയിലെ വിവിധ താലൂക്കുകളായി തകർന്നത്. 10 വീടുകൾ ഭാഗികമായി തകർന്നത് മൂവാറ്റുപുഴയിലാണ്. ജില്ലയിൽ 4 സ്ഥലങ്ങളിൽ 100 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചു. ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇടമലയാർ ഡാം പരിസരത്താണ്. 180 മില്ലിമീറ്റർ മഴ പെയ്തു. ആലുവയിൽ 110 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അങ്ങനെ മഴയും കാറ്റും വ്യാപക നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നാശനഷ്ടം ഉണ്ടായത് ഭാഗികമായി 31 വീടുകൾ തകർന്നു എന്നത് തന്നെയാണ്. ഇതിന് പുറമെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഒന്ന് കളമശ്ശേരിയിലും ഒന്ന് പറവൂരിലുമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഈ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമായി ആളുകളെ മാറ്റേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. തൃശ്ശൂരിലും കോട്ടയത്തും എറണാകുളത്തും ആലപ്പുഴയിലും ഒക്കെ നല്ല മഴയാണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നു. അവർ ജേർണലിസം പഠിക്കുകയല്ല, അവർ അറിയിക്കുന്നത് അവധിയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ 4 ജില്ലകളിൽ മാത്രമേ അവധിയുള്ളൂ. വയനാട്, കോഴിക്കോട്, ഇടുക്കി, 4 ജില്ലകളിൽ, അതായത് വയനാട്, കോഴിക്കോട്, പാലക്കാട്, ഇടുക്കി, ഈ 4 ജില്ലകളിൽ മാത്രമേ അവധിയുള്ളൂ. ബാക്കിയുള്ള അവധികളൊക്കെ നിങ്ങൾ വെറുതെ സ്വപ്നം കാണരുത്. മനപ്പായസം ഉണ്ട് കഴിഞ്ഞാൽ മനപ്രയാസം കൂടുമെന്നറിയാമല്ലോ. ഇന്നത്തെ പകലുണ്ടായ മറ്റൊരു സംഭവത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ ഉൾപ്പെടെയാണ് ഈ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത്. ചികിത്സയ്ക്കെത്തിയ രോഗി ലിഫ്റ്റിൽ 42 മണിക്കൂർ, അതായത് രവീന്ദ്രൻ നായർ എന്ന മനുഷ്യൻ 42 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ സംഭവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നാലെ അതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 42 മണിക്കൂർ രോഗി ജീവനും കയ്യിൽ പിടിച്ച് ലിഫ്റ്റിൽ കഴിഞ്ഞതിൻ്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുന്നെയാണ് അടുത്ത സംഭവം. അതും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ ആശുപത്രി സന്ദർശിച്ച ദിവസം തന്നെ.
ഇന്ന് ഉച്ചയോടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ 7-ാം നമ്പർ ലിഫ്റ്റിൽ വനിതാ ഡോക്ടറും രോഗിയും കൂട്ടിരിപ്പുകാരനും കുടുങ്ങിയത്. 20 മിനിറ്റോളം ലിഫ്റ്റിൽ കുടുങ്ങിയ മൂവരെയും ടെക്നീഷ്യന്മാരും പോലീസും എത്തിയാണ് പുറത്തെത്തിച്ചത്. വീഴ്ച ആവർത്തിച്ചതോടെ ആശുപത്രിക്കെതിരെ വിമർശനമുയർന്നു. ഈ ആശുപത്രി കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത്. കാര്യം ഒരു സൂപ്രണ്ടുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല, കാഷ്വാലിറ്റി ഡെപ്യൂട്ടി ഇല്ല, ജനറൽ ഡെപ്യൂട്ടി സൂപ്രണ്ടില്ല, RMO ഇല്ല, വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർമാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ കൂടെ ഭാഗമായി ചുമതല ഏറ്റുകഴിഞ്ഞാൽ അവരും കൂടി വഷളാവും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഇടയിൽ വെച്ച് ഈ ലിഫ്റ്റ് കുടുങ്ങിപ്പോയി. ഒരു കാഷ്വാലിറ്റിയിലെ ഒരു ഡോക്ടറും ലേഡി ഡോക്ടറും 2 പേര്, ഒരു പ്രായ ആളും ഒരു രോഗി അതിനകത്ത് കുടുങ്ങിയത് അരമണിക്കൂറോളം കുടുങ്ങിയവർ. അവിടെ കണ്ടു നിന്നവരും ഇവിടെ ഉള്ള ആൾക്കാരും ബഹളമുണ്ടാക്കിയതിൻ്റെ പുറത്ത് ലിഫ്റ്റ് ഓപ്പറേറ്ററും കൂടെ അത് ശ്രമിച്ചെങ്കിലും പക്ഷേ നടന്നില്ല. അതിനിടെ മരണത്തെ മുന്നിൽ കണ്ടാണ് ലിഫ്റ്റിൽ 42 മണിക്കൂർ കഴിഞ്ഞതെന്ന് ശനിയാഴ്ച ലിഫ്റ്റിലകപ്പെട്ട രവീന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. രക്ഷപ്പെടില്ലെന്ന് തോന്നിയപ്പോൾ മരണക്കുറിപ്പ് എഴുതി. ലിഫ്റ്റിലെ അലാം സ്വിച്ച് പലവട്ടം അമർത്തിയെങ്കിലും ആരും എത്തിയില്ല. ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി. ഓടി ചെന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തള്ളയാണ് എനിക്കെന്തെങ്കിലും ഇത് കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി. അപ്പം ഞാൻ 2 കൊണ്ട് തള്ളിയപ്പോൾ എന്നെ പറഞ്ഞ് പുറത്തേടെന്ന് പറഞ്ഞു. ഞാൻ ആളുണ്ടേന്ന് വിളിക്കുകയാണ്. അപ്പോൾ പുറത്തേട് ഞാൻ ബാഗ് എടുത്തുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തലക്ക് വെച്ചൊക്കെയല്ലേ ബാഗ്. ഞാൻ അവിടെ നിന്ന് നേരെ അവിടെ ബാഗിൽ നിന്ന് ബാഗും എടുത്തുകൊണ്ട് ഓടി വന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചാടി പുള്ളി വിട്ട് ഡോറം കടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെത്തി രവീന്ദ്രൻ നായരെ കണ്ടു. സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. അടിക്കടി ഉണ്ടാകുന്ന അനാസ്ഥയെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾക്ക് പോലും ഉളുപ്പില്ലാതായി. എന്നാലും നമ്മുടെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ശിവകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. അധികം മണിക്കൂറുകൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയിട്ടും രവീന്ദ്രൻ നായർ മഹാമനസ്കനാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ കഴിഞ്ഞാൽ അവിടെ പരിചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് തള്ളുന്നത് എങ്ങോട്ടാ? മെഡിക്കൽ കോളേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ അന്തസ്സ് കെടുത്താനൊന്നും അദ്ദേഹം ഇല്ല എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് രോഗികളുടെ ശരണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജ് ഒരു നാഥനില കളരിയാകാൻ പാടില്ല. ആളുകൾക്ക് അവസാന ആശാകേന്ദ്രം, അത്താണി ഒക്കെയാണ് ഈ മെഡിക്കൽ കോളേജ്, അതും പട്ടിണി പാവങ്ങളുടെ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആദ്യ പ്രയോറിറ്റിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരണം എന്നാണ് 24-ൻ്റെ നിശ്ചിതമായ അഭിപ്രായം. ഇപ്പോൾ വരുന്നൊരു വാർത്ത തൃശ്ശൂരിൽ നിന്നാണ്. ഷൊർണൂർ ബി ക്യാബിന് സമീപം ചരക്ക് ട്രെയിനിൻ്റെ എഞ്ചിൻ തകരാറിലായി. തൃശ്ശൂരിനും ഷൊർണൂരിനും ഇടയിൽ ട്രെയിൻ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നു എന്ന വാർത്ത സൂരജ് സജി അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ വാർത്ത സൂരജ് സജി പറയൂ വിശദാംശങ്ങൾ. ഇന്ന് 5:30 ഇത്തരത്തിൽ ഈ ഷൊർണൂർ ബി ക്യാബിന് സമീപം വച്ച് ചരക്ക് തീവണ്ടിയുടെ എഞ്ചിൻ തകരാറിലായത്. ഇതോടുകൂടി ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതത്തിന്റെ സമയക്രമം അടക്കം താളം തെറ്റുകയായിരുന്നു. ഇതുവഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടിയിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ അടക്കം ഷൊർണൂരിൽ പിടിച്ചിട്ടു. ഇപ്പോൾ ഈ വന്ദേ ഭാരത് ട്രെയിനിന്റെ പാത പുനഃക്രമീകരിച്ചുകൊണ്ട് നിലവിൽ ട്രെയിൻ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും മറ്റ് ട്രെയിനുകളെല്ലാം മണിക്കൂറുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യമാണ്. ഷൊർണൂരിൽ നിന്ന് പുതിയ എഞ്ചിൻ എത്തിച്ച് ഈ ട്രെയിൻ ഷൊർണൂരിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ റെയിൽവേ അധികൃതർ നടത്തുന്ന. അല്പസമയത്തിനകം തന്നെ ഈ ട്രെയിൻ പൂർണ്ണമായും ഈ പാതയിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് റെയിൽവേ അധികൃതർ പങ്കുവെക്കുന്നത്. എന്തായാലും പല ട്രെയിനുകളും ഇപ്പോൾ മണിക്കൂറുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യമാണുള്ളത്. വന്ദേ ഭാരത് നിലവിൽ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ട് ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ട്രെയിൻ ഗതാഗതം ഷൊർണൂർ തടസ്സപ്പെട്ടിരിക്കുന്നു. വന്ദേ ഭാരത് ഇപ്പോൾ ഷൊർണൂരിൽ പിടിച്ചിട്ടിരിക്കുന്നു. ഒരു പ്രേക്ഷകൻ്റെ പരിഹാസം വന്നിട്ടുണ്ട്. ഇനി മുതൽ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആളുകൾ ഭാവന ഇങ്ങനെ ചിറക് വിടർത്തിക്കൊണ്ടിരിക്കുക. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ്. എന്നാൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല. പരീക്ഷകൾ കൃത്യം നടക്കും. മനീഷ് മഹുപാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്നു. മനീഷ്, ഇപ്പോൾ ആലപ്പുഴ ജില്ല പൊതുവേ മഴയുടെ അവസ്ഥ എന്താണ്? അവധിയുടെ കാര്യം ഞാൻ പറഞ്ഞു, എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ.
SKN ഇന്ന് വൈകുന്നേരം മുതൽ ഒരുപാട് ആളുകൾ ഈ വിവരം തിരക്കിയിരുന്നു. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യമാണ്, അതുകൊണ്ട് നാളെ അവധി ഉണ്ടോ എന്നുള്ള കാര്യം തിരക്കിയിരുന്നു. എന്താണെങ്കിലും ഏതായാലും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സംബന്ധിച്ച് നാളെ അവധിയാണ്. എല്ലാ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ സമയങ്ങൾക്കും അവധിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ആലപ്പുഴ ജില്ലയിലെ മഴയെ സംബന്ധിച്ചാണെങ്കിൽ മഴയേക്കാൾ ഏറെ ജില്ലയിൽ അപകടകരമായിട്ടുള്ളത് കാറ്റാണ്. ഇന്നലെ മുതൽ കാറ്റടിച്ച് പല സ്ഥലങ്ങളിലും അപകടമുണ്ടായി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾ മരം വീണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. മറ്റു പല സ്ഥലങ്ങളിലും മരം വീണ് വീടുകൾ പൂർണ്ണമായി തകരുകയും ആളുകൾക്കടക്കം പരിക്കേൽക്കുന്ന നിലയിലേക്ക് എത്തി. ഒപ്പം ജില്ലയിൽ മഴ തുടരുന്നുണ്ട്. ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ട്, കാറ്റുണ്ട്. ഒപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ പൊഴി മുറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ കിഴക്ക് നിന്നെത്തുന്ന വെള്ളം എത്തിയാൽ ഒഴുകി പോകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അന്ധകാരനഴി പൊഴിയും മുറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം സുഗമമായി ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ഈ കാറ്റ് വലിയ അപകടം വിതയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ജില്ലയിൽ ഈ രീതിയിൽ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ താങ്ക് യു മനീഷ് മഹിബാൽ. ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്, പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകം. പക്ഷേ പരീക്ഷകൾ യഥാവിധം നടക്കും, പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇപ്പോൾ 5 ജില്ലകളിലാണ് കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്: കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, അതുപോലെ ആലപ്പുഴ. ശുചീകരണ തൊഴിലാളി മാരായമുട്ടമീൻ ജോയ് വീണ് മരിച്ച ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിലെ വിവാദം കത്തിപ്പടരുകയാണ്. സംഭവത്തിൽ ഇന്നും വീണ്ടും ന്യായീകരണവുമായി റെയിൽവേ രംഗത്ത് വന്നു. മാലിന്യം റെയിൽവേയുടെ പരിധിയിലേക്ക് ഒഴുകിയെത്തിപ്പോയി എന്നാണ് റെയിൽവേയുടെ വാദഗതി. അതേസമയം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കാത്തതിൻ്റെ രേഖകൾ ഇന്ന് 24 ലഭിച്ചു. റെയിൽവേ പരിധിയിലെ ഈ തോടും ടണലും വൃത്തിയാക്കണമെന്ന് പലതവണ റെയിൽവേയോട് ആവശ്യപ്പെട്ടതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ റെയിൽവേ നിസ്സഹകരണം കാട്ടിയെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ഏപ്രിൽ 1 തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. ഡിവിഷണൽ മാനേജർമാർ പങ്കെടുത്തില്ല. പകരം പങ്കെടുത്തത് പാലക്കാട് ഡിവിഷനിലെ എഞ്ചിനീയർ. റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനാൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്തില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷനിൽ ശരിയായ മാലിന്യ നീക്കം നടക്കുന്നില്ലെന്ന കുറ്റപ്പെടുത്തലും യോഗത്തിൽ ഉയർന്നിരുന്നു. കഴിഞ്ഞില്ല നിസ്സഹകരണം. 2024 മെയ് 29 ശുചീകരണ തൊഴിലാളി എൻ ജോയിക്ക് ജീവൻ നഷ്ടമായ ടണൽ റെയിൽവേ വൃത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിറക്കി. പഴവങ്ങാടി ഭാഗത്തേക്കുള്ള ഒഴുക്ക് സുഗമമാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. എന്നാൽ റെയിൽവേ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. എന്നാൽ ജോയിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് റെയിൽവേ ഇന്നും ആവർത്തിച്ചു. റെയിൽവേ പരിധിയിലേക്ക് മാലിന്യം ഒഴുകിയെത്തിയതാണ്. തടയാൻ ഷട്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ജോയി കരാർ തൊഴിലാളിയായതിനാൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമപരമായി മാത്രമേ നീങ്ങാൻ കഴിയൂ എന്നും ഡിവിഷണൽ റീജിയണൽ മാനേജർ മനീഷ് ദാപ്ലിയാൽ. The station waste is collected in bags and it is then given to the accredited agencies. This unfortunately this canal is very long, so maybe 4 to 5 meters upstream is there, so if anybody throws anything it will come down to the downstream. മാലിന്യ നീക്കവും റെയിൽവേയുമായുള്ള തർക്കവും ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:00 ഓൺലൈനായിട്ടാണ് യോഗം. 7 വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാരും മേയറും ചീഫ് സെക്രട്ടറിയും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് എൻ ജോയിയുടെ വീട് സന്ദർശിച്ചു. റെയിൽവേയും നഗരസഭയും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്ന് ഗവർണർ. So I hope they will find some way out so that in future nobody's life is put at risk. കുടുംബത്തിനുള്ള ധനസഹായം നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാണ്. ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എംപിമാരായ എ റഹീം, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ കേന്ദ്രത്തിന് കത്ത് നൽകി. മാലിന്യ നീക്കത്തിലെ നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ച്
ഡിവൈഎഫ്ഐ നാളെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. എൻജിഒയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേക്ക് തലയൂരാൻ കഴിയില്ലെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ തൊഴിലാളി എന്ന ന്യായത്തിൽ നഷ്ടപരിഹാരം നൽകാതിരിക്കാനുള്ള റെയിൽവേയുടെ നീക്കവും വിലപ്പോവില്ലെന്ന് വ്യക്തം. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കൂടി കേരളത്തിലെ ചില വിനോദ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ അടുത്ത വ്യാഴാഴ്ച വരെ രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. കോട്ടയത്തിലെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നിരോധനം നിലനിൽക്കുന്നുണ്ട്. നിയന്ത്രണമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഹൈറേഞ്ചസിലേക്കുള്ള യാത്ര പരിമിതപ്പെടുത്തുക. അതുപോലെ റോഡ് വഴി യാത്ര ചെയ്യുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കുക. കാറുകൾ വേഗത കുറച്ച് കാറുകൾ ഓടിക്കാനും ശ്രദ്ധിക്കുക. വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഓടിക്കുക. തീർച്ചയായിട്ടും അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോഴിക്കോട്, വയനാട്, അതുപോലെ ഇടുക്കി, ആലപ്പുഴ, പാലക്കാട് ഈ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ അടഞ്ഞു കിടക്കും. അതേപോലെ തന്നെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. മറ്റൊരു ജില്ലയിലും അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും കനത്ത മഴ പെയ്യുകയാണ്. എല്ലാവിധ ജാഗ്രതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പരിപാടിയിൽ